മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ IHRD ഡയറക്ടറാക്കാൻ യോഗ്യതകളിൽ ഇളവ് വരുത്തിയത് വിവാദത്തിൽ. നാളെ നടക്കാനിരിക്കുന്ന ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം. സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ തസ്തികയ്ക്ക് തതുല്യമായ IHRD ഡയറക്ടറുടെ യോഗ്യതകളിൽ ഇളവ് വരുത്തി ഡയറക്ടറെ നിയമിക്കുവാൻ നാളെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ നിയമിക്കുന്നതിനാണ് AICTE നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകളിൽ ഇളവ് വരുത്തി തിടുക്കത്തിൽ സ്പെഷ്യൽ റൂൾ സർക്കാർ ഭേദഗതി ചെയ്തത്. IHRD നിയമാവലി പ്രകാരം യോഗ്യതകളിൽ ഭേദഗതി വരുത്താൻ ഗവേണിംഗ് ബോഡിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നിരിക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് യോഗ്യതകളിൽ ഇളവ് വരുത്തിയിരിക്കുന്നത്. AICTE വ്യവസ്ഥ പ്രകാരം എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും 15 കൊല്ലത്തെ അധ്യാപന പരിചയവും PhD ഗൈഡ്ഷിപ്പും 2 പേരെ ഗൈഡ് ചെയ്ത പരിചയവും യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളപ്പോഴാണ് പകരമായി 7 വർഷത്തെ അഡീഷണൽ ഡയറക്ടർ പരിചയം കൂടി ഡയറക്ടർ നിയമനത്തിനുള്ള പുതിയ യോഗ്യതയായി കൂട്ടിച്ചേർത്തത്. ഡയറക്ടർക്ക് നിശ്ചയിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് ബിരുദത്തിന് പകരം അരുൺകുമാറിന് MCA ബിരുദമാണുള്ളത്. 1997 നായനാർ സർക്കാരിന്റെ കാലത്ത് ചട്ടവിരുദ്ധമായി അസിസ്റ്റന്റ് ഡയറക്ടറായി IHRDയിൽ നേരിട്ട് നിയമനം ലഭിച്ച അരുൺകുമാറിന് 99 മുതൽ 2001 വരെ കയർഫെഡിന്റെ MD-ആയും തുടർന്ന് 2008 IHRDയിൽ ജോയിന്റ് ഡയറക്ടറായും നിയമനം നൽകി. 2010 അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ടുമുൻപ് ICT അക്കാദമി പുതുതായി രൂപീകരിച്ച് മുഖ്യമന്ത്രി തന്നെ മകനെ ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചത് വലിയ വിവാദമായതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. 2016 പിണറായി സർക്കാർ സീനിയർ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ P. സുരേഷ് കുമാറിന് IHRD ഡയറക്ടറായും അരുൺകുമാറിന് അഡീഷണൽ ഡയറക്ടറായും നിയമനം നൽകിയിരുന്നു. ഡയറക്ടർ തസ്തികയിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയ ഡോക്ടർ സുരേഷ് കുമാറിനെ മെയ് 2023 സിയാപ്റ്റിന്റെ ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ നിയമിച്ച ശേഷം അരുൺകുമാറിന് ഡയറക്ടറുടെ ചുമതല നൽകുകയായിരുന്നു. ഡയറക്ടറുടെ താൽക്കാലിക ചുമതല 3/6/2023 മുതൽ ലഭിച്ച അരുൺകുമാർ IHRDയുടെ ജനറൽ ബോഡിയുടെ അനുമതി കൂടാതെ യോഗ്യതകളിൽ തനിക്ക് അനുസൃതമായി ഇളവ് വരുത്തി 20/11/2023 സർക്കാരിനയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ റൂളിൽ ഭേദഗതി വരുത്തിയത് ഗുരുതരമായ വീഴ്ചയാണ്. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് പകരം അഡീഷണൽ സെക്രട്ടറി ഒപ്പുവെച്ചാണ് 23 ഡിസംബറിൽ ഉത്തരവ് ഇറക്കിയത്. നാളെ നടക്കുന്ന ഇന്റർവ്യൂവിൽ AICTE നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന യോഗ്യതയുള്ള 9 സീനിയർ പ്രിൻസിപ്പൽമാരോടൊപ്പം യോഗ്യതകളിൽ ഇളവ് ലഭിച്ച അരുൺകുമാറും പങ്കെടുക്കുന്നുണ്ട്. സ്പെഷ്യൽ റൂളിൽ വരുത്തിയ ഭേദഗതിയും അരുൺകുമാറിന് നൽകിയ ഡയറക്ടറുടെ ചുമതലയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് തിരക്കിട്ടുള്ള നാളത്തെ ഇന്റർവ്യൂ. അടുത്ത കാലത്ത് അന്തരിച്ച ഉന്നതനായ CPM നേതാവിന്റെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി.എസ്. അച്യുതാനന്ദന്റെ മകന് IHRD ഡയറക്ടർ നിയമനം നൽകാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് 9 എഞ്ചിനീയറിംഗ് കോളേജുകളും 8 പോളികളും 45 അപ്ലൈഡ് സയൻസ് കോളേജുകളും 15 ഹയർ സെക്കൻഡറി സ്കൂളുകളും മോഡൽ ഫിനിഷിംഗ് സ്കൂളും പ്രവർത്തിക്കുന്ന IHRDയുടെ തലപ്പത്ത് AICTE UGC നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ അവഗണിച്ച് ഡയറക്ടർ നിയമനം നടത്തരുതെന്നും ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്നും യോഗ്യതകളിൽ ഇളവ് വരുത്തിയ സർക്കാർ ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകി.